നമസ്കാരം. ഉത്തർപ്രദേശിൽ നിന്നും വന്ന ഒരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കും. വാർത്ത ഇതാണ്: അവിടെ ഹോട്ടലുകളുടെ മുന്നിൽ, അതിൻ്റെ കവാടത്തിൽ ആളുകൾക്ക് കാണാവുന്ന രൂപത്തിൽ കടയുടെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററിന്റെ പേര് എഴുതി വെക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഉത്തർപ്രദേശ് സർക്കാർ സ്റ്റേറ്റിനാകെ മൊത്തം പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണെന്നാണ്. അത് ശരിയല്ല. ഇത് മുസാഫർ നഗർ പോലീസ് അവിടെ നടക്കുന്ന കാൻവാർ യാത്രയോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച ഒരു താൽക്കാലിക ഉത്തരവാണ്. വർഷത്തിൽ ഒരിക്കലാണ് കാൻവാർ യാത്ര നടക്കുന്നത്. ഈ കാൻവാർ യാത്രയോടനുബന്ധിച്ച് ഹിന്ദു ഡിവോട്ടീസ് ഏതാണ്ട് 240ഓളം കിലോമീറ്റർ നടന്ന് ബദ്രിനാഥിലേക്കും ഗോമുഖിലേക്കും ഒക്കെ പോകും. അതാണ് കാൻവാർ യാത്ര. ഈ വർഷത്തെ കാൻവാർ യാത്ര ആരംഭിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ജൂലൈ 22-നാണ്. എല്ലാ കൊല്ലവും ഈ യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ വർഗീയ ലഹളകൾക്ക് കുപ്രസിദ്ധി ആർജിച്ചതാണ് പഴയ കാലം തൊട്ടേ. ഈ പല അവസരത്തിലും കാൻവാർ യാത്രയോടനുബന്ധിച്ച് ഉള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ സംബന്ധിച്ച് ഈ സുപ്രീം കോടതി അതത് കാലത്ത് ഭരിച്ചിരുന്ന UP സർക്കാരുകളെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുമുണ്ട്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന്റെ ഭാഗമായിട്ടാണ് മുസാഫർ നഗർ പോലീസ് ഭക്ഷണശാലകളുടെ മുന്നിൽ ഓണറിന്റെ പേര് വെക്കുവാൻ ഉത്തരവിറക്കിയത്. അതും ഈ യാത്ര കടന്നു പോകുന്ന 240 കിലോമീറ്ററിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതിനെ കോൺഗ്രസ് വിമർശിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് ബിഗോട്രി എന്നാണ്. അതായത് ഭരണകൂടം ഒത്താശ ചെയ്യുന്ന മതഭ്രാന്തെന്ന്. ഈ കോൺഗ്രസിന്റെ ഈ വിമർശനം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ ഹലാൽ ഭക്ഷണമുണ്ട്, അത് ലഭിക്കുന്ന കടകളുണ്ട്. ഈ കടകളുടെയൊക്കെ മുന്നിൽ ഹലാൽ ബോർഡുകൾ, മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ബോർഡുകളുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ബോർഡ് വെക്കുന്നത്? ഹലാൽ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. അത് മുസ്ലിം മതസംഘടനകൾ ആനുവൽ ഫീസ് വാങ്ങി ഇഷ്യൂ ചെയ്യുന്നതാണ്. അതായത് അള്ളാഹയുടെ നാമത്തിൽ മുസ്ലിം അറുത്ത മാംസമാണ് ഹലാൽ. നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ ഭൂരിപക്ഷവും കഴിക്കുന്നത് ഹലാൽ മാംസമാണ്. അത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം എല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. നമ്മൾ ആരും ഈ കടയുടെ മുന്നേ പോയി സമരം ചെയ്യുന്നില്ല. നമ്മൾ ആരും ഈ ബോർഡ് മതഭ്രാന്താണെന്ന് പറയുന്നില്ല. ഉണ്ടോ? ഈ മുസാഫർ നഗറിൽ പോലീസ് വെക്കുവാൻ പറഞ്ഞ ബോർഡുകൾ താൽക്കാലികമാണ്. എന്നാൽ ഹലാൽ ബോർഡുകൾ പെർമനന്റ് ആണ്, അത് സ്ഥിരമാണ്. അത് മതഭ്രാന്താണെന്ന് കോൺഗ്രസ് സമ്മതിക്കുമോ, ഈ ഹലാൽ ബോർഡുകൾ? ഇനി ഞാൻ അതിൻ്റെ മറ്റൊരു വശം പറയാം. ഞാൻ ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഞാൻ ഒരു ഹലാൽ ബോർഡും ഒക്കെ വെച്ച് മാംസ കച്ചവടം തുടങ്ങിയെന്നിരിക്കട്ടെ. എൻ്റെ കടയ്ക്ക് ഞാൻ ഹോട്ടൽ മദീന എന്നോ ഏതെങ്കിലും മുസ്ലിം പേരോ കൊടുത്തു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും മതവിശ്വാസികളായ ധാരാളം മുസ്ലിങ്ങൾ ഹലാൽ അല്ലാത്ത എൻ്റെ കടയിലെ മാംസം വാങ്ങി ഹലാലാണെന്ന് കരുതി ഭക്ഷിക്കും, അല്ലേ? ഇവിടുത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്കും എന്നെ ശിക്ഷിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അത് ധാർമ്മികമല്ല. ഈ ധാർമ്മികതയുടെ മറ്റൊരു വശം കൂടെ ഞാൻ പറയാം. ഈ വിശ്വാസികളായ ധാരാളം ഹിന്ദുക്കൾ സസ്യാഹാരികളാണ്, വെജിറ്റേറിയൻസ് ആണ്. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ പോകുന്ന ദിവസം നമ്മൾ മാംസം കഴിക്കാതിരിക്കുവാൻ ശ്രമിക്കും. ഇനി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു ഹോട്ടൽ ആര്യാസ് ഉണ്ടെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും അതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന്. നമ്മൾ അവിടെ കയറി കഴിക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ ഹോട്ടൽ ആര്യാസിന്റെ ഓണർ ഒരു മുസ്ലിം മതസ്ഥനാണെങ്കിൽ അദ്ദേഹം നോൺ വെജിറ്റേറിയൻ മാംസം ഉണ്ടാക്കുന്ന അതേ പാത്രത്തിലായിരിക്കും ഈ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും. ഇത് അവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന ഹിന്ദുവിന് മനസ്സിലാവത്തില്ല. ഇതും നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കുറ്റകരമല്ല, അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ സാധ്യമല്ല. പക്ഷേ ധാർമ്മിക ബോധത്തിന്റെ മുന്നിൽ ഇത് കുറ്റകരമാണ്. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കുവാനാണ് മുസാഫർ നഗർ പോലീസ് ഓണറിന്റെ പേര് പ്രദർശിപ്പിക്കണം എന്ന് ഉത്തരവിറക്കിയത്. ഈ പൊതുസമൂഹം എങ്ങനെയാണോ ഹലാൽ ഭക്ഷണം അംഗീകരിക്കുന്നത് അതേപോലെയുള്ള ധാർമ്മികത തിരിച്ചും കാണിക്കുക. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ധാർമ്മികത മാത്രമാണ് സെക്കുലാറിസം.
ഹിന്ദു വിരുദ്ധതയാണ് അവർക്ക് സെക്കുലാറിസം. ഒരു പാവം പശുക്കുട്ടിയെ നടുറോഡിലിട്ട് വെട്ടിക്കൊന്ന് കറി വെക്കുന്നത് സെക്കുലാറിസമാണ്. ബീഫ് ഫെസ്റ്റ് സെക്കുലാറിസമാണ്. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ധാർമ്മികത. അതുകൊണ്ട് അവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുക. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.